എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 19-20 വാക്യങ്ങൾ. മത്തായി 6-19-20 വാക്യങ്ങൾ. പുഴുവും തുരുമ്പും കെടുക്കയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ നിക്ഷേപങ്ങളെക്കുറിച്ച് ഉള്ള നിശ്ചിതമായ ഒരു വിമർശനമാണ് ഈ ഭാഗം എന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ നിക്ഷേപങ്ങളോടുള്ള നമ്മുടെ മനോഭാവം, മുൻഗണന, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണ് കർത്താവ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ പ്രാവശ്യം ഈ ഭാഗം വായിക്കുമ്പോൾ ചെറിയ ഒരു ഭയം ഉള്ളിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. ദൈവമേ, ഈ ജീവിതം കൊണ്ട് ഞാൻ എന്ത് നേടി? പുസ്തകം അടച്ച് തിരികെ വയ്ക്കുന്നതോടെ നിമിഷങ്ങൾക്കുള്ളിൽ ഒരു പക്ഷെങ്കിൽ മനസ്സ് സ്വസ്ഥമാകും. യാക്കോബ് ഓർമ്മിപ്പിക്കുന്നത് പോലെ കണ്ണാടി നോക്കുന്ന മനുഷ്യന് തുല്യമാണ് പലപ്പോഴും ജീവിതം. അവൻ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു. താൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് ഉടൻ മറന്നുപോവുകയും ചെയ്യുന്നു. എന്നാലും ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ എന്ന ചോദ്യം അവശേഷിക്കുകയും ചെയ്യും. ജീവിതത്തിൻ്റെ എന്തെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സ്വന്തം ജീവിതത്തെ ഈ വരികളുമായി ഒന്ന് ഒത്ത് നോക്കിയില്ലെങ്കിൽ എന്തു ചെയ്യും? വിശേഷിച്ചും മധ്യവയസ്സിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതവുമായി ബന്ധപ്പെട്ട ഗൗരവമേറിയ ചോദ്യങ്ങൾ ഒരാൾ സ്വയം ചോദിച്ച് തുടങ്ങുന്ന സമയമാണ്. ഈ യാത്രയുടെ അന്ത്യത്തിൽ ഭൂമിയിലെ ജീവിതം കൊണ്ട് നീ എന്ത് നേടിയെന്ന് അവിടുന്ന് ചോദിക്കുമ്പോൾ ശൂന്യമായ കരങ്ങളോടെ അവിടുത്തെ മുൻപിൽ ലജ്ജിച്ച് നിൽക്കേണ്ടി വന്നല്ലോ. വല്ലാതെ നടക്കുന്ന ചോദ്യമാണിത്. ഓർക്കുമ്പോൾ തന്നെ പേടി വരുന്നു. സ്വന്തം മരണത്തെക്കുറിച്ച് ഓർക്കാതെ ഒരു ദിനവും കടത്തിവിടുന്നില്ല. കുറെ കൂടെ ശ്രേഷ്ഠതയോടെ ജീവിക്കാൻ ഒരാളെ ഏറ്റവും സഹായിക്കുന്നത് ഈ ജീവിതത്തിനപ്പുറം മറ്റൊരു ജീവിതമുണ്ടെന്ന വിശ്വാസമാണ്. അതിനെക്കുറിച്ചാണ് കർത്താവ് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം ആരംഭിക്കുന്നത്. ആ രാജ്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാതെ യേശു ക്രിസ്തു ഒന്നും തന്നെ നമ്മളോട് പറയുന്നില്ല. കടന്നു പോകുന്നവയിലല്ല, നിലനിൽക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കർത്താവ് തൻ്റെ കേൾവിക്കാരെ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. എന്താണ് ഈ ഭൂതലത്തിന് മീതെ കടന്നു പോകാതെയുള്ളത്? എന്നാൽ എന്തിനേയും ധ്യാനപൂർവം കാണുന്ന ഒരാൾക്ക് അതേ കാര്യങ്ങളിൽ തന്നെ നിലനിൽക്കുന്ന ചില ഘടകങ്ങൾ കണ്ടെത്താമെന്ന് കർത്താവ് പഠിപ്പിച്ചു. ഏതൊരു കാര്യവും നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്നുകിൽ ഈ ജീവിതത്തിനപ്പുറത്തേക്ക് കണ്ണുവെച്ച്, അല്ലെങ്കിൽ ഭൂമിയിലെ പ്രതിഫലത്തിൽ കണ്ണുവെച്ച്. എന്നാൽ ഈ ചെറിയ ജീവിതത്തോടൊപ്പം അത് അവസാനിക്കുന്നു എന്ന ഒരു ദുരന്തമുണ്ട് അതിൻ്റെ പിൻപിൽ. എന്നോടൊപ്പം ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു എന്ന കർത്താവിൻ്റെ ഓർമ്മപ്പെടുത്തൽ മത്തായി 12-ാം അധ്യായം 30-ാം വാക്യത്തിലുണ്ട്. അങ്ങനെ അവരിൽ അത് പൂർത്തിയാകുന്നു. ഇതെല്ലായിടത്തും ബാധകമാണ്. ക്രിസ്തുവിനോടൊപ്പം ശേഖരിക്കാത്ത സൗഹൃദമോ ദാമ്പത്യമോ അധ്വാനമോ നിലനിൽക്കാൻ സാധ്യതയില്ല എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. എവിടെയെങ്കിലുമൊക്കെ വെച്ച് അത് തകർന്നു പോകാം. അതുകൊണ്ടാണ് ഗിരിപ്രഭാഷണം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ കർത്താവ് പറയുന്നത്, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് അതിന് അനുസരിക്കുന്ന മനുഷ്യൻ
പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യന് തുല്യനാവും. വചനങ്ങളെ കൈക്കൊള്ളാത്തവൻ മണലിന്മേൽ വീട് പണിത ബുദ്ധിശൂന്യനായ മനുഷ്യനെ പോലെയാകും. കാറ്റടിച്ച് പെരുവെള്ളം വരുമ്പോൾ പാറമേൽ വീട് പണിതതിൻ്റെ വീട് ഉലയാതെ നിൽക്കും. എന്നാൽ മണലിന്മേൽ വീട് പണിതത് അത് തകർന്നു വീഴും, അതിൻ്റെ വീഴ്ച ഭയങ്കരമായിരിക്കും എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നിന്ന് ചില കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ നിർബന്ധിക്കുന്നു. ഇവിടെ നമുക്ക് നിക്ഷേപം, സമ്പാദ്യം വേണ്ട എന്നതല്ല അതിൻ്റെ അർത്ഥം. എന്നാൽ പ്രഥമ നമ്മുടെ ഒരു കാര്യമെന്ന് പറയുന്നത് ഏറ്റവും അനിവാര്യമായി നമ്മൾ ആലോചിക്കേണ്ടുന്നത്, ഇവിടെ എത്ര നിക്ഷേപിച്ചാലും സമ്പാദിച്ചാലും അത് തീർന്നു പോകുന്നതിനോ ഇല്ലാതെയായി പോകുന്നതിനുമൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ തീർന്നു പോകാത്ത, നിലനിന്നു പോകാത്ത നിത്യമായ ആ ഒരു വലിയ ജീവിതത്തെക്കുറിച്ചുള്ള ലക്ഷ്യം, ആഗ്രഹം നമുക്കുണ്ടാവണം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ടവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആത്യന്തികമായ ഞങ്ങളുടെ ലക്ഷ്യത്തെ അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങൾക്ക് അവിടുന്ന് കേൾപ്പിച്ചതോർത്ത് സ്തോത്രം. അങ്ങനെ അതിൽ ഉറച്ചു നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഭൂമിയിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ ഓടി നടക്കുമ്പോൾ അതിനപ്പുറമുള്ള നിലനിൽക്കുന്ന യാഥാർത്ഥ്യത്തിലേക്ക് നോക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ പകൽക്കാലം, പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കരുണയിലും കൃപയിലും ഞങ്ങളെ കരുതണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയും അവിടുത്തെ ആലോചനയും വഴിനടത്തലും ഒപ്പം ഉണ്ടായിരിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം ഏവരോടും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.